ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആലു പൊറോട്ടയാണ്. അപ്പോൾ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഗോതമ്പ് പൊടിയിലോട്ട് ഞാൻ സാധാ പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. അപ്പം ഗോതമ്പ് പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ചെറുതായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുത്തു. അന്നേരം നല്ലോണം ആ മാവിനൊരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഒത്തിരി ഹാർഡായി പോകരുത്. അപ്പോൾ നമുക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇത് ഞാനൊരു 15 മിനിറ്റ്സേ കുഴച്ച് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ മയത്തിൽ കുഴച്ചെടുക്കുക. സാധാ വെള്ളത്തിലാണ് കുഴച്ചെടുത്തേക്കുന്നത്. ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു റീഫൈൻഡ് ഓയിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് കുറച്ച് എണ്ണയൊന്ന് പുറത്ത് തേച്ചിട്ട് മാറ്റി വെക്കാമേ. അപ്പോഴത്തേന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. ഇപ്പം നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനാണ് ഞാൻ ആ ഗ്രേറ്ററിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനൊരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരി അനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു 2 വലിയ ഒണിയനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് അരിഞ്ഞതിന് ശേഷം ചെറുതായിട്ടതൊന്ന് അരിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഒണിയനിട്ട് അതൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷമേ ബാക്കി ഒണിയനിട്ട് അരിഞ്ഞെടുക്കത്തുള്ളൂ. അത് കാരണം ഇതിന് ഒത്തിരി നമ്മൾ ഒത്തിരി ചെറുതായിട്ട് അരിയേണ്ട, ഒരു ഇതായിട്ട് അരിഞ്ഞാൽ മതി. കാരണം ഒത്തിരി ചെറുതായിട്ട് ഇതിൽ അരിഞ്ഞു കഴിഞ്ഞാൽ വെള്ളമായി പോവും. അതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ബാക്കി ഒണിയനും കൂടെ ഇതുപോലെ ഇട്ട് അരിഞ്ഞെടുത്തു. ഇനി ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്, ഉടച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു 3 വലിയ പൊട്ടറ്റോയാണ് എടുത്തേക്കുന്നത്. അതെല്ലാം കൂടി ഇതിലിട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ കൊത്തമല്ലി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊക്കെ ഇടത്തുള്ളൂ. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളും എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം ഞാനൊരു 3/4 ടീസ്പൂൺ ജീര പൗഡർ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണേൽ ജീരകവും ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 3/4 ടീസ്പൂൺ ജീര പൗഡർ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഒരു 1/4 ടീസ്പൂൺ അജ്വൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അജ്വൈൻ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നല്ല ഒരു മണവും എല്ലാമാണ് നമുക്കത് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡറാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു ലെമൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനൊരു 1.5 ടീസ്പൂൺ ധനിയ പൗഡർ അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. ഇതെല്ലാം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കൊത്തമല്ലി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ ആംചൂർ പൗഡറൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇപ്പോൾ ആംചൂർ പൗഡർ ഇല്ലെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, അതിൽ ലെമൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിൽ ചെറിയൊരു ഇത് വരുന്നതെന്ന് വെച്ചാൽ ഒരു പിഞ്ച് ഷുഗർ ഇട്ട് കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എരിയും ഉപ്പും പിന്നെ നമ്മൾക്ക് ആ പുളിപ്പും എല്ലാം ഇരിക്കുമ്പോൾ ഒരു ലൈറ്റായിട്ടൊരു മധുരവും കൂടി ഇരുന്നാൽ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇപ്പം നമ്മൾ ഹോട്ടൽസിലൊക്കെ കണ്ടിട്ടില്ലേ അജിനോമോട്ടോ ഒക്കെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു ടേസ്റ്റ് വ്യത്യാസം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി. നമ്മളൊരു 15 മിനിറ്റ് ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ളൂ. നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫില്ലിങ് അകത്ത് വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഫില്ലിങ് എപ്പോഴും ഇത് നമുക്ക് അകത്തോട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചുറ്റിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് പൊട്ടറ്റോ വെച്ച് കൊടുക്കാം. അല്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് പരത്തിയതിന് ശേഷം ഫില്ലിങ് വെച്ചിട്ട് നിങ്ങളത് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം എനിക്ക് എളുപ്പം ഇതായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മാവ് നമ്മുടെ കറക്റ്റായിട്ടാണെങ്കിൽ നമുക്കത് പൊട്ടിപ്പോകത്തൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് എത്രയാണ് അതിന് വേണ്ട ഫില്ലിംഗ് എന്ന് വെച്ചാൽ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ അത് എടുത്തിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അത് നല്ലോണം അതിൻ്റെ എഡ്ജസ് എല്ലാം ക്ലോസ് ചെയ്യുക. ഇതുപോലെ
ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് പൊടി തൂത്ത് കൊടുത്താൽ അതങ്ങനെ സെറ്റായിട്ടിരിക്കും. ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ ചുറ്റിയിട്ട് പൊടി ഇച്ചിരി ഒഴിച്ച് കൊടുത്താൽ അതങ്ങനെ സെറ്റായിട്ടിരിക്കും. എന്നിട്ട് ഒത്തിരി പ്രസ് ചെയ്യാതെ പതുക്കെ പതുക്കെ, ഇപ്പം കാരണം മാവ് നല്ല സോഫ്റ്റാണ്, അപ്പം ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് പതുക്കെ പതുക്കെ നമ്മുടെ പരത്തി കൊടുക്കുക. ഒത്തിരി പ്രസ്സിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം മാവ് സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തുമ്പോൾ തന്നെ നല്ലതായിട്ട് വരും. പിന്നെ ഒത്തിരി കനം കുറയ്ക്കരുത്, എന്നാൽ ഒത്തിരി കട്ടി കൂടുകയും ചെയ്യരുത്. അതേ ഒരു ഇതിൽ പരത്തിയെടുക്കുക. ഇപ്പം നോക്കി കണ്ടോ, എല്ലാം പൊട്ടറ്റോ എല്ലാം നല്ല എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നമ്മളിപ്പോൾ അത് പരത്തിയെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ സമയത്ത് തവ ചൂടാകാൻ വെച്ചേക്കണം. അപ്പോൾ ചൂടായ തവയിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഗീയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നോക്കി എല്ലാവരും നോക്കി, ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തേക്കുന്നത്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ഗീയോ ബട്ടറോ യൂസ് ചെയ്യാം, പിന്നെ സാദാ ഓയിലും യൂസ് ചെയ്യാം. ഇപ്പം നല്ലോണം തവ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത് ഒരു ഭാഗം നല്ലോണം ഒന്ന് പിന്നെ ഒരു ചെറുതായിട്ട് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നല്ലോണം അത് ചൂടായിട്ടുണ്ട്, അപ്പോഴാണ് ഞാൻ ഗീ ഇട്ട് കൊടുത്തത്. ഇനി പതുക്കെ നമുക്കത് പിന്നെ മേളിലെല്ലാം ആയി വരുമ്പോഴത്തേനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറുഭാഗത്ത് ഇപ്പം ഞാൻ ആ ഭാഗത്തും, ഇപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ടാണ് ഇത്രയും ഗീ ഉപയോഗിക്കുന്നത്. ഗീ ഇഷ്ടമില്ലാത്തൊരു ഗീ അധികം യൂസ് ചെയ്യേണ്ട. ഇപ്പം നോക്കി ഇതുപോലെ ഗീയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം അത് ചുട്ടെടുക്കുക. ഇപ്പം നോക്കിയാൽ നല്ലോണം അത് പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ തിരിച്ചു മറിച്ച് വിട്ട് നല്ലോണം അത് ചുട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട റെഡിയാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഇതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് നല്ലതാണ്. നമ്മൾ അത്രയും പൊട്ടറ്റോ ഫില്ലിങ്സും എല്ലാം വെക്കുമ്പോൾ നല്ലൊരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു പൊറോട്ടയാണ് ആലു പൊറോട്ട. ഇപ്പം നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ മേലിലായിട്ട് കുറച്ച് ബട്ടർ വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ പിക്കിളും തൈരും ഓണിയനും ഒക്കെ വെച്ച് കഴിക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ചാനലിലെ റെസിപ്പീസൊക്കെ ഓരോന്നോരോന്നായിട്ട് വരുന്നതായിരിക്കും. എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുവരെ റെസിപ്പീസൊന്നും ഇടാഞ്ഞത്. എല്ലാവരും മെസ്സേജ് അയച്ച് തിരക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.